ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വന്നിരിക്കുന്നത് ഫാമിലിയിലേക്ക് ആട്ടോ. എനിക്ക് കൊതിയായിട്ട് വള്ളിയിൽ പോകാനായിട്ട്. എന്താ ടിക്കറ്റ് എടുക്കാൻ നിൽക്കാട്ടോ. ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ് അച്ഛൻ. ഞങ്ങൾ അങ്ങോട്ട് പോകട്ടോ. ഗായ്സ് നോക്ക്, ഗൈസ് ഞങ്ങൾ വന്നപ്പനൊരു ഒട്ടകത്തിനാട്ടോ കണ്ടേ. അതിനെ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തീറ്റ വന്നത് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്. അതാണ് ഇല ഞങ്ങൾക്ക് കൊടുത്തു. എനിക്ക് പേടി, ഞാൻ കൊടുത്തില്ല കേട്ടോ. എനിക്ക് അപ്പന്നെ പേടി. അപ്പോൾ ഉണ്ണിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ണിക്ക് കൊടുത്തു. അവൾക്ക് പേടി എൻ്റെ പോലെ. അപ്പം അവളും കൊടുത്തില്ല. അപ്പം അമ്മ നിർബന്ധിപ്പിച്ച് കൊടുത്തപ്പോഴോ അവളത് കൊടുത്തില്ല. അപ്പോൾ എൻ്റെ അമ്മ എന്നെ കൊടുത്തു വിട്ടു. ഇതേ കണ്ട ഗൈസ്, ഞങ്ങൾ നെക്സ്റ്റ് കണ്ടത് ഒരു ഹോഴ്സിനെ കേട്ടോ. നല്ല വെള്ള കളറിലിരിക്കുന്നുണ്ട്, നല്ല കുട്ടപ്പം പോലെയുണ്ട്, നല്ല സെറ്റാണ്, നല്ല ഭംഗിയുണ്ട്. നെക്സ്റ്റ് കണ്ടത് ഡോങ്കിയാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തൊരു കുഞ്ഞു ഹോഴ്സ് ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഗൈസ് നല്ലൊരു ക്യൂട്ട് ഹോഴ്സാണ് കേട്ടോ. പക്ഷേ തല പുറത്തേക്ക് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു പേടി വന്നു. ഞങ്ങൾ ഒരു ഹായ് കൊടുത്ത് അങ്ങോട്ട് ഞാൻ പോകുന്നു കേട്ടോ. എനിക്ക് പേടിയായത് കാരണം കേട്ടോ. ഗൈസ് അതൊരു കാളാട്ടോ. എന്തൊരു വ്യത്യാസത ഒരാളെ. അതിൻ്റെ പുറത്ത് എന്തൊരു കൊമ്പ് പോലത്തെ സാധനം മുളച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഗൈസിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കുളം ഉണ്ട് കേട്ടോ. നല്ല കുളം കേട്ടോ. അതിൽ 2 ബേർഡ്സ് ഉണ്ട്, നല്ല ബേർഡ്സ് ആട്ടോ. അതിൻ്റെ കഴുത്തൊക്കെ നീളത്തിലിരിക്കുന്നുണ്ട്. 2 സ്വാനാണ് ഗൈസ്. ഇത് ബ്ലാക്ക് സ്വാൻ ആട്ടോ. ഉണ്ണി അതിനെ തക്കു എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതിൻ്റെ പേര് തക്കു എന്നാക്കിയിട്ട് എൻ്റെ ഉണ്ണി ഇതേ കണ്ട. ഞങ്ങൾ അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഒരു കുഞ്ഞാട്ടുംകുട്ടീനാണ്, ഒരു ക്യൂട്ടാട്ടുംകുട്ടി കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ക്യൂട്ടാണ്. എൻ്റെ പുറത്തൊക്കെ ഞാൻ മസാജ് ചെയ്ത് കൊടുത്തിട്ടോ. അച്ഛന് ഇല കൊടുത്തു, ഞാൻ കൊടുത്തില്ല. ഞാൻ എൻ്റെ ഗൈസ് ഞങ്ങൾ നെക്സ്റ്റ് കണ്ടത് എന്താണെന്ന് അറിയൂ. ഒരു 2 ലവ് ബേർഡ്സിനാണ് കണ്ടത്. ഒരെണ്ണത്തിന് അച്ഛൻ്റെ ഇവിടെ ഷോൾഡറിൽ വെച്ചു, ഉണ്ണീൻ്റെ തലയിൽ ഒരെണ്ണത്തിന് വെച്ചിട്ട്. ഗൈസ് അമ്മയുടെ തലയിലും ഷോൾഡറിനും വെച്ചിട്ടോ 2 ലവ് ബേർഡ്സിനെ ഇതേ കണ്ട. അമ്മ ചിരിക്കാട്ടോ. ഗൈസ് അച്ഛൻ്റെ തലയിൽ ഒരു ലവ് ബേർഡിനെ വെച്ചിട്ടതേ കണ്ട. അതിൻ്റെ തൂവല് അച്ഛൻ്റെ നെറ്റിമയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരെണ്ണല്ല 2 ഒരെണ്ണം അപ്പുറത്ത് നിൽക്കും. ഗൈസ് ഞങ്ങൾ നെക്സ്റ്റ് കണ്ടത് ഒരു വൈറ്റ് സ്വാൻ ആയിട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടാണ് കേട്ടോ. ഞാൻ അങ്ങനെ കൈ കൊട്ടി ഇങ്ങനെ കൊഞ്ചിച്ചു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. അതേ കൊണ്ട് കുറേ പലതരം ടൈപ്സ് ആടുകളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉണ്ണിയൊക്കെ അതിന് ടാറ്റും അതിനൊക്കെ തൊടുണ്ട് കേട്ടോ. പക്ഷെ അതിന് ഉണ്ണിക്ക് എത്തണില്ല. അതേ കണ്ട പല ടൈപ്പ് ഉണ്ട്. ഇത് എന്തോ ഒരു പാട്ടിയിലുണ്ടായിരുന്ന ഒരു ആടാണ് കേട്ടോ. പല ടൈപ്പ് ആടാണ്. എൻ്റെ മുടി കണ്ണിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കണ്ണ് കാണാൻ പറ്റുന്നില്ല എനിക്ക്. ഇതേ കണ്ടോ. ഇത് യമോ കേട്ടോ. യമോ 2 ഉണ്ട്. ഇത് ഒരു ഭംഗിയില്ല കേട്ടോ കാണാൻ. കുളിക്കാത്ത പോലെ ഉണ്ട് കാണാൻ. ഞങ്ങൾ നെക്സ്റ്റ് വന്നപ്പോൾ ഒരു കുഞ്ഞ് റാബിറ്റ്സിനെയാണ് കണ്ടത്. സെപ്പറേറ്റ് ആയിട്ടിട്ടുണ്ട്. അത് പലതരം ടൈപ്പാണെന്ന് തോന്നുന്നു. അത് കാരണമായിരിക്കും സെപ്പറേറ്റ് ആയിട്ടിട്ടത്. Guys, ഇതാണ് cat. നിങ്ങൾക്കറിയാവുന്നല്ലേ cat? Cute cat. അടിക്കുമെന്ന് തോന്നുന്നു. കണ്ണ് മഞ്ഞ കളറിലിരിക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് പേടിയാവുന്നുണ്ട്. ഈ cat ഉറങ്ങി.
ഗൈസ് ഞങ്ങൾ നെക്സ്റ്റ് കണ്ട് സ്നേക്കിനാട്ടോ. ഒരു സ്നേക്ക് യെല്ലോ കളറിലേക്കാണ് സ്നേക്ക് ചുരുണ്ടി കൂടി കേൾക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് ഇവിടെ 2 എലിക്കുട്ടി കണ്ടിട്ടു. നല്ല ക്യൂട്ടാണ്. അവർ കൂട്ടാണോ അതോ പെണക്കാണോ എന്ന് എനിക്ക് അറിഞ്ഞോടെ കേട്ടോ. അതിന് തീറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വലിയ പാമ്പിനുണ്ട്. എൻ്റെ ജീവൻ പോയി ഗൈസ്. അവിടെ ഓന്തുകൾ കണ്ടു. പിന്നെ ആ വെള്ളി പാമ്പിനെ കണ്ടു. ഇതെന്തൊരു സാധനം എനിക്ക് അറിഞ്ഞോടെ കേട്ടോ. നെക്സ്റ്റ് ഒരു ഭീകരനായ ഉണ്ടപ്പൻ ഓന്താട്ടോ. ഒരു ഓന്തിൻ്റെ വെറൈറ്റി സംഭവട്ടോ. അതിൻ്റെ 2 ഉണ്ടായിരുന്നു. ബ്ലാക്ക് ഉണ്ടായിരുന്നു. അത് എന്താ കളർ എനിക്ക് അറിഞ്ഞോടെ കേട്ടോ. പിന്നെയാണ് 8 കാലും തവളയും. നെക്സ്റ്റ് കുറേ ബേർഡ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞോടാ. വായിക്കാൻ എനിക്ക് അറിഞ്ഞോടാ. അത് കാരണം എനിക്ക് അറിഞ്ഞോടാ കേട്ടോ. അതെന്താ പേരെന്ന് എനിക്ക് അറിഞ്ഞോടാ കേട്ടോ. അല്ല ഭംഗിയൊക്കെ കാണാനുണ്ടായി. അതിന് വാട്ടർമെലനാണ് കഴിക്കാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഫുള്ളും കൊത്തി തിന്നുന്നുണ്ട്. ഗൈസ് കുറേ ടൈപ്പ് പ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് കളറുണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് വൈറ്റും ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് കണ്ടിട്ട് എന്തോ ഒരു തോന്നി. പിന്നെ കോഴി, എൻ്റെ അമ്മ ഇങ്ങനത്തെ കോഴീൻ്റെ പുറത്ത് അങ്ങോട്ട് വന്ന് കൊത്തിയിട്ടു ഗൈസ്. എന്നെ കരഞ്ഞു. ഇത് ബ്ലാക്കും വൈറ്റ് കോഴിയാട്ടോ. ഇത് എന്ത് കോഴിന്ന് എനിക്കറിഞ്ഞൂടാ. ഞങ്ങൾ പിന്നീട് കണ്ട ഒരു കുരങ്ങൻ പോലത്തെ സാധനമായിട്ടോ. അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞോടാ. അതൊന്നും തൊടാൻ പാടില്ല. തൊട്ടത് കടിക്കും എന്നാണ് അതിൽ എഴുതി വച്ചേക്കുന്നത്. അത് കാരണം ഞാൻ തൊട്ടില്ലാട്ടോ. അത് കോഴിയാണെന്ന്
ഉണ്ട് കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ മുന്നിൽ ഞാൻ നിന്ന് 2 സ്റ്റെപ്പൊക്കെ ഇട്ട് ഡാൻസ് കളിച്ചു കേട്ടോ. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ 2 സ്റ്റെപ്പ് ഇട്ടിട്ട് ഡാൻസ് കളിച്ചു. ഇവിടെ അടിപൊളിയുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല കേട്ടോ. കറങ്ങി അടിച്ച് വരുമ്പോഴാണ് അവിടെ ഒരു ആട്ടുംകുട്ടീനെ കാണണ്ടേ. അമ്മ അതിൻ്റെ പുറത്ത് ഇരുന്ന് മസാജ് ചെയ്തിട്ട് ഞാൻ ചെന്നില്ല. എനിക്ക് പേടി. അതിൻ്റെ കൊമ്പ് കണ്ടപ്പോട്ടു. വ്യത്യസ്തതര കൊമ്പാണ്. ഗൈസ് അടിപൊളി സാധനങ്ങളായിട്ട് ഇവിടെയൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. തിരിച്ചു പോകാൻ തോന്നുന്നില്ല. ഇവിടെ അടിപൊളി സാധനങ്ങളാണ്. പഴയ സൂലത്തെ പോലും നല്ല ഇവിടെ. ഇവിടെ പാമ്പ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അവിടെയും പാമ്പുണ്ട്, ഇവിടെയും ഉണ്ട് കുറേ സാധനം. ആട് കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. നിങ്ങളും പോയി നോക്കണം കേട്ടോ. നല്ല പ്ലേസാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്ഥലമാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യണം കേട്ടോ ഇവിടെ. ഇപ്പോഴുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ.